അസ്അലുക ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക, ഇന്നയാളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഔ ബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മശ്അരിൽ ഹറാം വനഹവി ദാലിക, അങ്ങനെ ബൈത്തുൽ ഹറാമിന്റെയോ മശ്അറുൽ ഹറാമിന്റെയോ ഹക്ക് കൊണ്ട് എന്നൊന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു. ഇത് ലൈസ കാരണം ഒരാളോടും അല്ലാഹ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല. കണ്ടോ, ഇത് കിതാബിലില്ലേ? ഈ ഉദ്ധരണി കിതാബിലുണ്ടോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പോലും ബിഹഖിൻ നബി അല്ലെങ്കിൽ ബിഹഖി അംബിയായിക വറുസുലിക എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഹോജമാരുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടല്ലേ അവര് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത്? ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഉദ്ധരണി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലെന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെന്താ? പിന്നെ പറഞ്ഞതെന്താ? പറഞ്ഞത് ആയത്ത് ഇവരുടെയൊക്കെ കിതാബുകളിൽ നിന്ന്, അഥവാ ഇവരുടെയൊക്കെ മദ്ഹബിന്റെ പിൽക്കാലത്തുള്ള ആളുകളുടെ കിതാബുകളിൽ നിന്ന് എടുത്തുദ്ധരിച്ചിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് സഹായം ചോദിക്കണം എന്നതിന് രേഖ എന്താ? ആകെ പറഞ്ഞതിൽ പരതി നോക്കിയാൽ ഒരായത്ത്. തെളിവിന് മൗലവി ഒരായത്ത് പോരെ? മതി, ഒന്ന് മതി. ഒരു സംശയവും വേണ്ട, നമുക്ക് അധികാരത്തൊന്നും വേണ്ട. പക്ഷെ തെളിവായിരിക്കണം, തൊള്ള പോരാ. പരമ്പരയിലൂടെ തെളിയിക്കപ്പെട്ടതാവണം അതിലെ ആശയം. നിങ്ങൾ പറയുന്ന പോലെയുള്ള ആശയമാ പറയുന്നത്. എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം നിർബന്ധമാണ്. തെറ്റ് ചെയ്ത പാപികൾ മുഴുവനും അവരുടെ തെറ്റ് പറ്റിപ്പോയെങ്കിൽ അത് പുറത്തു കിട്ടാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പോയേ പറ്റോ. പോകാത്തവര് മുനാഫിക്കാണെന്ന് ഈ മുസ്ലിയാര് പ്രസംഗിക്കാറില്ലേ? അതാ അല്ലാഹുവിന്റെ റസൂലിലേക്ക് വരൂ മുനാഫിക്കീങ്ങളോട് പറഞ്ഞാൽ, വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലബ്ബൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അവര് തലയങ്ങ് തിരിച്ചു കളയും നബിയേ. റസൂലുള്ളാഹിനോട് ഇർതഖബത്ത് ചൊല്ലാൻ വിളിച്ചാൽ വരൂ വരൂ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കോ, ശഫാഅത്ത് തേടോ എന്നവരോട് പറഞ്ഞാൽ അവര് കിബറന്മാരാണ് നബിയേ. എത്ര സ്ഥലത്ത് ഈ മുസ്ലിയാര് പ്രസംഗിച്ചിട്ടുണ്ട്? ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ. അതിനുപോൽബലകമായി നിങ്ങളോടുന്ന ആയത്തേതാണ്? സൂറത്തുൻ നിസായിലെ ആയത്താണ്. വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ നബിയേ, അതാ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരുന്നില്ലേ? വലൗ അന്നഹും ളലമൂ, അവർ അക്രമം പ്രവർത്തിച്ചാരേ, ജാഊക, അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച നേരത്ത് കഴിഞ്ഞുപോയ ഒരു സംഭവമാ പറയുന്നത്. ചുരുക്കി പറയട്ടെ, എപ്പോഴും എന്റെ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടായിരിക്കാം. വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് ഒന്ന് ചുരുക്കി പറയട്ടെ. എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ സ്വഹാബാക്കളിൽ അതാ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ ഈമാൻ ഉറക്കാത്ത ചില കക്ഷികൾ അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബി തങ്ങളുടെ സമീപത്തേക്ക് പോയിട്ടല്ലേ വിധി തേടേണ്ടത്? അവിടുത്തോടല്ലേ മുശാവറ നടത്തേണ്ടത്? അവിടുത്തോടല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ജീവിതകാലത്ത്? അതിനല്ലേ ഖുർആനിന്റെ കൽപ്പന? അങ്ങനെ ചെയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വിധി അന്വേഷിച്ച് പോകാതെ അവിടെയുണ്ടായിരുന്ന ഒരു ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടിക്കൊണ്ട് ചില ആളുകൾ പോയപ്പോ അത് ഹബീബിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, അവിടുത്തെ മനസ്സിലുണ്ടാക്കിയ സങ്കടം എത്രയാണ്. അതുകൊണ്ട് ഈ
പണി ചെയ്ത മുനാഫിക്കീങ്ങളില്ലേ, അവർക്ക് ആ തെറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ജൂതനേതാവിന്റെ അടുത്തേക്ക് വിരിതേടി പോവുക എന്ന അബദ്ധം അവർ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഇനി അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നിട്ട് വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, നിന്റെ അടുക്കലേക്ക് അവർ വരട്ടെ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലിന് അവരോട് മനസ്സിൽ ഒരു വിദ്വേഷവുമില്ല, അവരോട് വെറുപ്പില്ല, അവരോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായിക്കൊണ്ട് അള്ളാന്റെ റസൂലും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിന് ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹിനെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി കൊണ്ട് കണ്ടെത്താവുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്തേക്കാണ് ബാധകം. വലൗ അന്നഹും ഇദാ വലമു, അവർ അക്രമം പ്രവർത്തിച്ചാലെന്നല്ല, പ്രവർത്തിച്ചാരേ, അഥവാ അവരിൽ നിന്നൊരക്രമം വന്നുപോയപ്പോൾ, അഥവാ കഴിഞ്ഞുപോയ മാളിയായ ഒരു കാര്യമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും ഒരബദ്ധം സംഭവിച്ചാൽ ഉടനെ ഹബീബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു പൊറുക്കൂല കേട്ടോ എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമികമായ ആശയമല്ല. മനസ്സിലാക്കണം. മുസ്ലിയാർ പറയുന്നത് എന്താണ്? അത് ഇന്നും ബാധകമാണ്. ഇന്നും തെറ്റ് ചെയ്തവരൊക്കെ മദീനത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിക്കണം, അല്ലെങ്കിൽ മദീനത്തേക്ക് പോകണം. എന്താ അള്ളാന്റെ റസൂൽ ഇപ്പോഴും റസൂലല്ലേ? എന്താ അവിടേക്ക് പോകാൻ ഇന്നും കഴിയൂലേ? അതുകൊണ്ട് ജാഊക പോയേ പറ്റൂ. അതുകൊണ്ട് ഇർതകബത്തു ചൊല്ലാത്തവൻ മുനാഫിഖാണെന്ന് എത്ര സ്റ്റേജുകളിൽ ഈ മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോകൽ അനിവാര്യമാണെന്നാണല്ലോ വന്നത്. എങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം സഹാബിമാരിലേക്കല്ലേ മുട്ടുന്നത്? എത്ര സഹാബിമാര് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചപ്പോ ഖബറിടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തേക്ക് ഏത് സഹാബിയാണ് പോയത്? പറയുമ്പോ നിങ്ങളുടെ തൊള്ള പോരാ. അൽ-ഇസ്നാദു മിനദ്ദീൻ, പരമ്പര വേണം കേട്ടോ. കുറ്റമറ്റാത്ത ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത നിലക്ക്, ന്യൂനതകളില്ലാത്ത നിലക്ക് ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാര് മുസ്ലിം ലോകത്തൊന്നാകെ അംഗീകരിക്കുന്ന നിലക്കുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കണേ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഏതു സഹാബിയാണ് അബദ്ധം സംഭവിച്ചപ്പോ പുറത്തു കെട്ടാൻ ഖബറിടത്തിലേക്ക് പോയത്? ഇല്ല. അപ്പൊ സഹാബത്തിനൊന്നും തിരിഞ്ഞില്ല. അങ്ങക്കാ തിരിഞ്ഞത്? പിൽക്കാലക്കാർക്കാണോ തിരിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യണം? മദീനത്തേക്ക് വിളിക്കണം. എങ്കിൽ നിങ്ങളുടെ തൗബയുടെ ഗ്രന്ഥങ്ങൾ മാറ്റി എഴുതൂ. നിങ്ങളുടെ മദ്രസകളിൽ കുട്ടികളെ പോലും നിങ്ങൾ പഠിപ്പിക്കുന്ന തൗബയുടെ ഷർത്തുകൾ എത്രയാണ്? നിങ്ങളിപ്പോ പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? നമ്മളിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചേ പറ്റൂ, അവിടുത്തോട് റെക്കമെൻഡ് ചോദിച്ചേ പറ്റൂ. ഇതല്ലേ നിങ്ങളുടെ ആശയം? എവിടുന്ന് കിട്ടി ഈ ആശയം? ഓ പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾ ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊറുക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്തു ചെയ്യണം? മദീനത്തേക്ക് പോകണമല്ലേ? എങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തൗബയുടെ ഷർത്തുകൾ എണ്ണിയെടുത്ത് അതും കൂടെ എഴുതി ചേർക്കണമെന്ന് നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോട് പറയട്ടെ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും തർക്കടില്ല. നിങ്ങളോട് പറയുന്നു, ഇനി ഇറക്കുമ്പോ നിങ്ങൾ ഒരു നിബന്ധന കൂടി എഴുതി ചേർക്കണം. എന്താ? നമ്മുടെ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയണം. എന്തേ നിങ്ങൾ എഴുതാത്തത്? ഇത് പറയുന്നതിൽ വിശ്വാസമല്ല അല്ലേ? ഇത് വെറുതെ പറയുന്നതാണല്ലേ? അപ്പോ അതിന് നിങ്ങൾക്ക് രേഖയില്ല. ആ സംഭവം അതിനൊട്ട് രേഖയുമല്ല. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഓ മൗലവി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ വന്നിട്ട് വഫാത്തിന്റെ ശേഷവും ചോദിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കൊരു കഥയുണ്ട്. അതാരാ ഉദ്ധരിച്ചത്? ഒരു ഉത്ബി കഥ. ഒരു അഅറാബി
ഒരു അഹ്റാബി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് കയറി വരികയാണ്. കയറി വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ അഹ്റാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് സങ്കടം പറയുകയാണ്. ഖുർആനിൽ ഇങ്ങനെ ഉണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദു